അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും സീസ് ഫയറിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസ്താവന ഇറക്കി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ആദ്യം പ്രസ്താവന ഇറക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇന്ത്യൻ സേനയുടെ പ്രതിരോധ ആക്രമണം തീവ്രവാദ ക്യാമ്പുകളും തീവ്രവാദികളുടെ ഒളിസ്ഥലങ്ങളും മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ജീവഹാനിയും ഉണ്ടാക്കാതെ വളരെ കൃത്യമായ ടാർഗറ്റഡ് അറ്റാക്ക്. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയിലെ സിവിലിയൻസിനു മേൽ ആക്രമണം നടത്തുകയും അതിൽ 15-ൽ അധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. വളരെ ഉത്തരവാദിത്തോടെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ ചെയ്തത് അവർ ഒരു തീവ്രവാദ രാജ്യമാണ് എന്ന് വ്യക്തമായി തെളിയിക്കുകയായിരുന്നു. ഏതൊരു രാജ്യവും ഇത്തരം സന്ദർഭത്തിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ പാകിസ്ഥാൻ അല്പം പോലും പാലിച്ചില്ല. ഏതായാലും 4 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പിരിമുറുക്കത്തിന് അയവ് വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി നടത്തിയ ചർച്ചയിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ചു. ഇപ്പോൾ നടന്നത് ഒരു യുദ്ധമല്ല, മറിച്ച് ഒരു പ്രത്യാക്രമണം മാത്രമായിരുന്നു. ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകുന്നത് ഒരു തരത്തിലും രാജ്യത്തിന് നല്ലതല്ല. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവും. ജനങ്ങൾക്ക് പട്ടിണിയും ക്ഷാമവും വലിയ വിലക്കയറ്റവുമായിരിക്കും ഇതുവഴിയായി ഉണ്ടാവുക. എന്നാൽ ഇന്ത്യക്ക് ഉണ്ടാകുന്നതിൽ കൂടുതൽ വലിയ നാശനഷ്ടമായിരിക്കും പാകിസ്ഥാന് ഉണ്ടാവുക. കാരണം ഇന്ത്യയേക്കാൾ വളരെ മോശമായ സാമ്പത്തിക സ്ഥിതിയിലാണ് പാകിസ്ഥാൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ സേനാബലത്തിനോട് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശേഷി പാകിസ്ഥാന് ഇല്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ തന്നെ ഈ നടന്ന ചെറിയ ആക്രമണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഉറപ്പാണ്. ഈ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ മാർക്കറ്റുകളിൽ നിന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയേറെ തുക പിൻവലിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി $83 ബില്യൺ നഷ്ടമാണ് ഇന്ത്യൻ ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് പറഞ്ഞത് സംഘർഷം, യുദ്ധം ഒരു രാജ്യത്തിന് നല്ല കാര്യമല്ല എന്ന്. ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാന് IMF-ൽ നിന്നും $1 ബില്യൺ, അതായത് 8500 കോടിയിലധികം രൂപ കടം എടുക്കേണ്ടതായി വന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇത്. Good evening, ladies and gentlemen. I have a very brief statement to make. Following that, as you know, there will be a briefing by my colleagues from the military. The Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. പാകിസ്ഥാന്റെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽ ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ജനറലിനെ വിളിച്ച് ഇന്ന് വൈകിട്ട് 3:15 സംസാരിച്ചു. ഇതിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിക്കുകയും കരനാവിക വ്യോമ ആക്രമണങ്ങൾ ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിയോടെ പൂർണ്ണമായി നിർത്തലാക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു. ഇരുപക്ഷങ്ങൾക്കും ഈ ധാരണ സമ്മതിച്ചുകൊണ്ട് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ ആക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. വൈകുന്നേരം 5:38 പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദർ ഇത് അറിയിച്ചുകൊണ്ട് ചെയ്ത ട്വീറ്റാണ് ഇത്. ഇന്ത്യയും പാകിസ്ഥാനും ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനു വേണ്ടി പാകിസ്ഥാന്റെ പരമാധികാരത്തിലും പ്രാദേശിക ഇന്റഗ്രിറ്റിയിലും വിട്ടുവീഴ്ച വരുത്താതെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നതാണ് എന്ന്. മേഖലയിൽ എപ്പോഴും സമാധാനം നിലനിർത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തലയ്ക്കകത്ത് ആൾതാമസമുള്ള ലോകത്തിലെ ആരും വിശ്വസിക്കുകയില്ല എന്ന് നമുക്കറിയാം. അമൃത്സറിൽ പാകിസ്ഥാൻ ഡ്രോൺ വഴി സിവിലിയൻസിന് മേൽ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതാണ് ഇത്. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ സേന അതിനെ തകർത്ത് തരിപ്പണമാക്കി. അതിനെ തവിടുപൊടിയാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് ഇവയൊക്കെ. ഇതുപോലെ വളരെയേറെ ഡ്രോൺ ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സിവിലിയൻസിന് മേൽ നടത്താൻ ശ്രമിച്ചത്. എന്നാൽ വലിയ ആളപായം ഒഴിവാക്കി ഇന്ത്യയുടെ സുശക്തമായ സേന എല്ലാ ആക്രമണങ്ങളും വിഫലമാക്കി. ഇന്ത്യൻ ആർമി ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തതാണ് ഇത്. പാകിസ്ഥാൻ യാതൊരു മര്യാദയും ഇല്ലാതെ ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് നമ്മുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ ആക്രമണം നടത്തി
സംഘർഷം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇന്ന് രാവിലെ 5 മണിക്ക് ശത്രുക്കളുടെ ആയുധം പേറിയ വളരെയേറെ ഡ്രോണുകൾ അമൃത്സറിലെ ഖാസ കാൻഡിൽ സ്പോട്ട് ചെയ്തു. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ശത്രുക്കൾ അയച്ച ഡ്രോണുകളെ ഉടനടി തന്നെ പരിപൂർണമായി നശിപ്പിച്ചു. ഇന്ത്യയുടെ പരമാധികാരവും ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും അപകടത്തിലാക്കുന്ന പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നഗ്നമായ പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല. ഇന്ത്യൻ സേന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ കൃത്യമായി നിർവീര്യമാക്കും. പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് നടത്താൻ ശ്രമിച്ച ആക്രമണങ്ങളെയും അതിനെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ചും അതുപോലെ പാകിസ്ഥാന്റെ നുണപ്രചാരണങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടും കേണൽ സോഫിയ ഖുറേഷി ഹിന്ദിയിലും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇംഗ്ലീഷിലും പത്രസമ്മേളനം വഴി അപ്ഡേറ്റുകൾ നൽകി. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് 10-ാം തീയതി നൽകിയ ഈ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നതും ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിനുശേഷം വീണ്ടും മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ നൽകിയ അപ്ഡേറ്റ് ആണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കിയതാണ്. പാകിസ്ഥാന്റെ ഡയറക്ടർ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ന് വൈകിട്ടാണ് ഈ കോളിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം ചർച്ച നടത്തിയാണ് ഈ വെടിനിർത്തൽ തീരുമാനത്തിൽ എത്തിയത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ചർച്ച നടത്താനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഈ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചത് ഇന്ത്യയുടെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ്. അതായത് ഇന്ത്യ മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നാണ് വിവരം. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇതിനുള്ള ചർച്ചകൾ നടന്നത്. ഈ വെടിനിർത്തൽ നടപ്പിലാക്കിയത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഇപ്പോഴും പഹൽഗാമിൽ നിരപരാധികളായ 26 ഇന്ത്യക്കാരുടെ ജീവൻ അതിക്രൂരമായി അപഹരിച്ച തീവ്രവാദികൾ എവിടെയോ സ്വൈര്യമായി വിലസുകയാണ്. അവരെ കൊലപ്പെടുത്തുകയോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുകയോ ചെയ്യാതെ പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇന്ത്യക്കാർക്കും പരിപൂർണമായ നീതി ലഭിക്കുകയില്ല. സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഇന്ത്യ ടുഡേയുടെ രാജീവ് സർദേശായി ഇതിനെക്കുറിച്ച് കുറിച്ചത് ഇങ്ങനെയാണ്: വെടിനിർത്തൽ നടപ്പിലാക്കിയത് സ്വാഗതാർഹമായ തീരുമാനമാണ്. കാരണം പരസ്പരം പോരാടുന്നത് ആരുടെയും താല്പര്യത്തിന് നല്ലതല്ല. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന വലിയൊരു ചോദ്യം, പഹൽഗാമിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികൾക്ക് എന്താണ് സംഭവിച്ചത്? അവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുമോ? അതോ ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലേ? BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി കുറിച്ചത് ഇങ്ങനെയാണ്: 26 ഹിന്ദു പുരുഷന്മാരെ അവരുടെ ഭാര്യമാരുടെ മുൻപിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കശാപ്പുകാരെ CRPFന് കൈമാറണമെന്ന് ഇന്ത്യ നിർബന്ധം പിടിക്കണം. ഇരു രാജ്യങ്ങളും വെടിനിർത്താൻ തീരുമാനിച്ചത് വളരെ ആശ്വാസകരമായ കാര്യമാണെങ്കിലും ഇവർ പറഞ്ഞതുപോലെ പഹൽഗാമിൽ അതിക്രൂരമായ ഭീകരാക്രമണം നടത്തിയ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഈ തിരിച്ചടി പൂർത്തിയാവുകയില്ല. അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യൻ സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തി 15ലധികം നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെ കൊലപ്പെടുത്തുകയും ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏതാനും ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അവർക്കും നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു നിബന്ധന അംഗീകരിച്ചുകൊണ്ടാണോ ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് എന്ന് വ്യക്തമല്ല. ഇത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടും ഇല്ല. അവർക്ക് എത്രയും വേഗം നീതി ലഭിക്കുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം.